ഒരു സുഹൃത്ത് നിങ്ങളെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ പോകുന്നു. അവിടെ ഒരു സുന്ദരിയായ യുവതി നിങ്ങളോട് സൗഹൃദപരമായി പെരുമാറുന്നു. പാർട്ടിക്ക് ശേഷം അവൾ ഒരു ടപ്പർവെയർ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമില്ല, പക്ഷെ നിങ്ങൾ പോകുന്നു. അവിടെ നിങ്ങൾ $100 പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാങ്ങുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ സ്വാധീനത്തിന്റെ മനഃശാസ്ത്രത്തിനിരയായി. റോബർട്ട് സിയാൽദിനി ഈ പുസ്തകത്തിൽ മനുഷ്യരെ അതെ എന്ന് പറയിക്കുന്ന 6 സാർവത്രിക തത്വങ്ങൾ വെളിപ്പെടുത്തുന്നു. 3 വർഷത്തോളം അദ്ദേഹം ഒരു രഹസ്യ ഗവേഷകനായി ജീവിച്ചു. കാർ വിൽപ്പനക്കാരുടെയും ഫണ്ട് റൈസർമാരുടെയും പരസ്യ ഏജൻസികളുടെയും ഇടയിൽ ജോലി ചെയ്തു. അവരുടെ തന്ത്രങ്ങൾ പഠിച്ചു. ഈ ഗവേഷണത്തിന്റെ ഫലമാണ് ഈ പുസ്തകം. ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് അവയുടെ ഇരയാകുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ധാർമ്മികമായി അവ ഉപയോഗിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും. ഈ തത്വങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഷോർട്ട്കട്ടുകളെ ചൂഷണം ചെയ്യുന്നു. ആധുനിക ലോകത്തിന്റെ സങ്കീർണതയിൽ എല്ലാ തീരുമാനങ്ങളും ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമുക്ക് സമയമില്ല. അതിനാൽ നമ്മൾ മാനസിക ഷോർട്ട്കട്ടുകൾ ഉപയോഗിക്കുന്നു. ഈ ഷോർട്ട്കട്ടുകൾ മിക്കപ്പോഴും ശരിയാണ്, പക്ഷേ അവ ചൂഷണം ചെയ്യപ്പെടാം. ആദ്യത്തെ തത്വം പാരസ്പര്യം. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും നൽകിയാൽ തിരികെ എന്തെങ്കിലും നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് തോന്നുന്നു. ഇത് മനുഷ്യ സമൂഹത്തിൽ ഒരു ചെറിയ അഭ്യർത്ഥന സ്വീകരിപ്പിക്കുക, പിന്നീട് വലിയ അഭ്യർത്ഥന നടത്തുക. ഒരു പരീക്ഷണത്തിൽ ഗവേഷകർ വീട്ടുടമകളോട് അവരുടെ മുറ്റത്ത് സുരക്ഷിതമായ ഡ്രൈവിംഗ് എന്നൊരു ചെറിയ ബോർഡ് സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചു. മിക്കവരും സമ്മതിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ജാഗ്രതയോടെ വാഹനമോടിക്കുക എന്ന വലിയൊരു ബിൽബോർഡ് സ്ഥാപിക്കാൻ അനുവാദം ചോദിച്ചു. ആദ്യം ചെറിയ ബോർഡ് സ്ഥാപിക്കാൻ സമ്മതിച്ചവരിൽ 76% പേരും വലിയ ബിൽബോർഡിനും സമ്മതിച്ചു. എന്നാൽ ആദ്യം ചെറിയ അഭ്യർത്ഥന നടത്താത്തവരിൽ 17% പേർ മാത്രമേ സമ്മതിച്ചുള്ളൂ. ആ ചെറിയ പ്രതിബദ്ധത അവരുടെ സ്വത്വബോധം മാറ്റി. ഞാൻ സാമൂഹിക പ്രവർത്തകനാണ് എന്നൊരു പുതിയ ഐഡന്റിറ്റി സൃഷ്ടിക്കപ്പെട്ടു. ആ ഐഡന്റിറ്റിക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അവർ നിർബന്ധിതരായി. രേഖാമൂലമുള്ള പ്രതിബദ്ധതകൾ ഇതിലും ശക്തമാണ്. എഴുതിയത് കാണുമ്പോൾ അത് സ്വന്തം തീരുമാനമാണെന്ന തോന്നൽ ശക്തമാകുന്നു. ഈ തത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സിഗ്നലുകൾ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ അറിയാവുന്നത് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഇതേ തീരുമാനം എടുക്കുമായിരുന്നോ എന്ന് സ്വയം ചോദിക്കുക. ഉത്തരമില്ല എന്നാണെങ്കിൽ പിന്മാറാൻ മടിക്കരുത്. 3ാമത്തെ തത്വം സാമൂഹിക തെളിവ്. ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയാതെ വരുമ്പോൾ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നമ്മൾ തീരുമാനിക്കുന്നു. ഇത് പലപ്പോഴും ശരിയായ മാർഗമാണ്, പക്ഷെ അത് ചൂഷണം ചെയ്യപ്പെടുന്നു. ബാർടെൻഡർമാർ ടിപ്പ് ജാറിൽ ഈ തത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഈ വ്യക്തി ശരിക്കും ഒരു വിദഗ്ധനാണോ എന്നതാണ് ആദ്യത്തേത്. ഈ വിദഗ്ധൻ എത്രത്തോളം സത്യസന്ധനായിരിക്കും എന്നതാണ് 2ാമത്തേത്. ഒരു വിദഗ്ധൻ പോലും തന്റെ ശുപാർശയിൽ നിന്ന് വ്യക്തിപരമായി ലാഭം നേടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യണം. 5ാമത്തെ തത്വം ഇഷ്ടം. നമുക്കിഷ്ടമുള്ള ആളുകളോട് അതെ എന്ന് പറയാൻ നമ്മൾ കൂടുതൽ സാധ്യതയുണ്ട്. എന്താണ് ഒരാളെ ഇഷ്ടപ്പെടുത്തുന്നത്? ശാരീരിക ആകർഷണം, സാമ്യം, പ്രശംസ, പരിചയം, സഹകരണം. ടപ്പർവെയർ പാർട്ടികളുടെ വിജയം ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തേക്കാൾ ആതിഥേയയോടുള്ള ഇഷ്ടത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കാനാണ്. കാർ വിൽപ്പനക്കാർ ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്, മാനേജരോട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം എന്ന നാടകം കളിക്കുന്നത് ഇഷ്ടം സൃഷ്ടിക്കാനാണ്. പിടിസ്തരെ പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് അവരോടുള്ള ഇഷ്ടം ഉൽപ്പന്നത്തിലേക്ക് പകരാനാണ്. ഈ തത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടവും ഇടപാടും വേർതിരിക്കുക. ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് അരമണിക്കൂർ മുമ്പത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഉത്തരം അതെ എന്നാണെങ്കിൽ ജാഗ്രത പാലിക്കുക. ആ ഇഷ്ടം നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. 6ാമത്തെ തത്വം ദൗർലഭ്യം. എന്തെങ്കിലും അപൂർവമാണെന്നോ പരിമിതമാണെന്നോ തോന്നുമ്പോൾ അത് നേടാനുള്ള നമ്മുടെ ആഗ്രഹം ഈ 6 തത്വങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കെണികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. അടുത്ത തവണ ആരെങ്കിലും നിങ്ങൾക്കൊരു സൗജന്യ സമ്മാനം നൽകുമ്പോൾ, അല്ലെങ്കിൽ പരിമിതമായ സമയ ഓഫർ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലാബ് കോട്ട് ധരിച്ച ഒരാൾ ഒരു ഉൽപ്പന്നം ശുപാർശ ചെയ്യുമ്പോൾ ഒരു നിമിഷം നിർത്തുക. ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ വിശകലനം ചെയ്യുക. ഈ ലളിതമായ ജാഗ്രത നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. അറിവാണ് ശക്തി. ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ